ഡൽഹിയുടെ തിരക്കുന്ന് രക്ഷപ്പെടാൻ മെട്രോ തന്നെയാണ് മാർഗം. ആദ്യത്തെ ദിവസം ഞാനത് ശ്രദ്ധിച്ചില്ല. ഊബർ പിടിച്ചിട്ടാണ് ജമാ മസ്ജിദിലോട്ട് പോയത്. പിന്നെ ചൈനയിൽ പോയി മെട്രോ കലക്കി കുടിച്ച ഷമീറാണ് ഐഡിയ പറഞ്ഞത്. നേരം വെളുക്കണതിന്റെ മുന്നേ തന്നെ ജമാ മസ്ജിദ് സ്ട്രീറ്റ് ഉണരും. ഹോട്ടലുകളും ചായക്കടകളൊക്കെ സജീവമാകും. ഇവിടുത്തെ സ്കൂൾ ടൈം 8 മണി തൊട്ട് 2 മണി വരെയാണ്. അതിൽ ക്ലാസിന്റെ ഗ്രേഡിനനുസരിച്ച് സമയത്തിന്റെ വ്യത്യാസം വരും. ഈ സ്ട്രീറ്റിൽ എനിക്ക് കണ്ടതിൽ ഏറ്റവും സങ്കടം വന്നത് ഇതാണ്. എല്ലാ ഹോട്ടലിന്റെ മുന്നിലും ഉണ്ടാവും ഇങ്ങനെ കുറെ ആൾക്കാർ. ആദ്യം നിൽക്കുന്നത് എന്താന്ന് മനസ്സിലായില്ല. അങ്ങനെ ഞാൻ അടുത്തുള്ള ഒരു ഭായിനോട് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, ഇവിടെ ആരെങ്കിലും ഭക്ഷണം കഴിക്കാൻ വന്നാൽ അവര് സ്പോൺസർ ചെയ്യും ഇവർക്കുള്ള ഫുഡ്. അതിലാർക്കൊക്കെ കിട്ടും ഓരൊക്കെ വാങ്ങിക്കും, കിട്ടാത്തവരെ അവിടെ തന്നെ ഇരിക്കും. ഇതിലെന്തെങ്കിലും ഉടായ്പുണ്ടോ നോക്കാൻ വേണ്ടിട്ട് ഞാൻ കുറെ നേരം അതന്നെ നോക്കിയിരുന്നു. സംഭവം അയാൾ പറഞ്ഞത് ശരിയാണ്. ഇവിടുത്തെ കാഴ്ചകൾ നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല. പഠിക്കണ പ്രായമുള്ള കുട്ടികളെ കൊണ്ട് പിച്ചടിപ്പിക്കാണ് ഓലന്മാരും വാപ്പാരും. ഒരു ചായയും കുടിച്ച് 7 കുട്ടികൾക്കുള്ള ഭക്ഷണത്തിന്റെ ബില്ലും കൊടുത്ത് ഞാൻ ആ സ്ട്രീറ്റിൽ കൂടെ നടന്നു. അപ്പൊ ബാക്കി കഥ പിന്നെ.